ബെയിലി പാലത്തിലൂടെ കയറുന്ന ആദ്യത്തെ വാഹനം ഇതാ ഒരു ജീപ്പ്. അല്ല, ആ വാഹനം ആയിരിക്കില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഭാര പരിശോധന ആവശ്യമുണ്ട്, സെക്യൂരിറ്റി ചെക്ക് ആവശ്യമുണ്ട്. ബെയിലി പാലത്തിലൂടെ വാഹനം കടത്തിവിട്ടുകൊണ്ടുള്ള പരിശോധന ഇനി ഇവിടെ നടക്കാനിരിക്കുന്നു. ഇന്ന് ചൂരൽമലയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസം ഈ ബെയിലി പാലത്തിൻ്റെ പൂർത്തീകരണമാണ്. സമ്പൂർണ്ണമായും ഈ പാലം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാഹനങ്ങൾ, ജീപ്പുകൾ വരുന്നുണ്ട്, പക്ഷേ അത് ഈ പാലത്തിലൂടെ കയറാറായിട്ടില്ല എന്നുള്ളതാണ്. ആർമിയെ സംബന്ധിച്ച് ചില ഔദ്യോഗിക നടപടിക്രമങ്ങൾ കൂടി ഉണ്ടെന്നാണ് നേരത്തെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത്. ഇതിൻ്റെ സുരക്ഷ ഒന്ന് ചെക്ക് ചെയ്യണം, അതിനുശേഷം നിങ്ങളെ അലൗ ചെയ്യാം എന്നാണ് നേരത്തെ പറഞ്ഞത്. എന്തായാലും നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ്. അഭിലാഷ്, ഇങ്ങനെ ഒരു പാലം രാജ്യത്ത് തന്നെ ആദ്യം അത് നിർമ്മിക്കുന്നത് നമ്മുടെ പത്തനംതിട്ടയിലാണ്. പമ്പാ നദിക്ക് കുറുകെ ബെയിലി പാലം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ 96-ൽ. ഇന്നിപ്പോൾ ഇതാ അതുപോലെ ഒരു പാലം വയനാട്ടിൽ നിർമ്മിക്കുകയാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ അത് പൂർണ്ണ തോതിലൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഒരു കരയിൽ നിന്ന് ആ പാലത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യം ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ക്യാമറമാനോട് ഒന്ന് പറയാമോ? ഇത് ഇപ്പൊ തുറക്കാൻ പോകുന്നു. 26 മിനിറ്റ് പോലെ ഒരു 15 മിനിറ്റ് സമയം എന്നുള്ളതാണ് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചത്. ആ സമയത്തിനുള്ളിൽ ആ പാലം, അതായത് ഇപ്പോൾ എല്ലാവർക്കും അതിൽ കടന്നു പോകുന്ന തരത്തിൽ ആ പാലം തുറന്നിട്ടില്ല. അല്പസമയത്തിന് അതിലേക്ക് തന്നെ കടക്കും. അതായത് കുറച്ച് നിമിഷങ്ങൾ കൂടി ഇനി മതി. പകൽ വ്യത്യാസമില്ലാതെ നമ്മുടെ സൈന്യം ചേർന്ന് അവർ ഒരുമിച്ച് ഈ പാലത്തിന്റെ പണി നടത്തുന്നൊക്കെ നമ്മൾ ഇന്നലെ രാത്രിയും കണ്ടിരുന്നു. ഇന്നലെയൊക്കെ ഏറെ വൈകി ഈ പാലത്തിന്റെ പണി പുരോഗമിക്കുക നമ്മൾ കണ്ടു. ഡൽഹിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളം വഴിയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ വയനാട്ടിലേക്ക് എത്തിച്ചത്. അത് വയനാട്ടിലേക്ക് നമുക്കറിയാം, താമരശ്ശേരി ചുരത്തിലൊക്കെ പലതരത്തിലുള്ള ഈ ചുരത്തിന്റെ ഭാഗങ്ങളിൽ, താമരശ്ശേരി ചുരം മാത്രമല്ല, വയനാട്ടിലേക്ക് എത്താൻ ചുരമാർഗം കടന്നു വരുമ്പോഴൊക്കെ മാർഗ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ മഴയും മഞ്ഞും ഒക്കെ കൊണ്ടാണ് നമ്മുടെ സൈന്യം ഇത്തരത്തിലൊരു പാലം അവിടെ പൂർണ്ണ സജ്ജമാക്കിയിരിക്കുന്നത്. അതും ഒരു സമയത്ത് ആ പാലത്തിന്റെ പണി നിർത്തേണ്ടി വരുന്ന തരത്തിൽ കുത്തൊഴുക്കൊക്കെ, ഇന്നലെ ഈ സമയത്ത് ആ നദിയിലുണ്ടായിരുന്ന കുത്തൊഴുക്ക് നമ്മൾ കണ്ടതാണ്. അവിടെ എത്രമാത്രം ശക്തിയിലാണ് മഴ പെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട്, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ സൈന്യം, ഇന്ത്യൻ സൈന്യം ഈ പാലം ഇപ്പോൾ പൂർണ്ണ തോതിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ബെയിലി പാലത്തിന്റെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിന്റെ ഓരോ ഘട്ടവും നമ്മൾ കണ്ടതാണ്. അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതും ആ സാധന സാമഗ്രികൾ അവിടെ എത്തിക്കുന്നതും തുടങ്ങിയിട്ടുള്ള ഓരോ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. ഓരോ വിവരങ്ങളും അവിടുന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ പാലം അതിന്റെ പൂർണ്ണ തോതിൽ സമ്പൂർണ്ണമായിരിക്കുന്ന ദൃശ്യവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ് മോഹനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. അഭിലാഷ്, ഒരു 15 മിനിറ്റ് എന്നുള്ള സമയമാണ് നേരത്തെ അഭിലാഷ് പറഞ്ഞത്. അല്പസമയത്തിനകം തന്നെ അത് എല്ലാവർക്കുമായി തുറന്നു നൽകുമോ? അതിലൂടെ ആദ്യ വാഹനം കടത്തിവിടുന്നത് എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും അതിന്റെ ആ ഒരു തുടർന്നുള്ള നടപടികളൊക്കെ എങ്ങനെയാകും? യെസ്, എന്തായാലും അഭിലാഷിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ഇതാ ബെയിലി പാലത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബെയിലി പാലം ഇപ്പോൾ പൂർണ്ണ തോതിൽ സജ്ജമായിരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പകൽ അധ്വാനിച്ചുകൊണ്ട് ആ പാലം ഇതാ ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കിയിരിക്കുകയാണ്. ഒരു കര പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്, കുത്തൊഴുക്കിൽ മറുകരയിൽ പെട്ടുപോയ ആളുകൾക്ക് ഇക്കരയ്ക്ക് എത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതൊക്കെയും ഇനി ഇല്ലാതാവുകയാണ്. ബെയിലി പാലത്തിലൂടെ ഇരുകരയിൽ നിന്നും ആളുകൾക്ക് പുറത്തേക്കും ഇപ്പുറത്തേക്കും സഞ്ചരിക്കാൻ സാധിക്കും. അഭിലാഷ് മോഹനുണ്ട്. അഭിലാഷ്, മനസ്സിലാക്കുന്നത് ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടി കാത്തിരുന്നാൽ മതി ഈ പാലത്തിലൂടെ ആളുകൾക്ക് കടന്നു പോകാൻ സാധിക്കുമെന്നാണ്. ഇനി അത് എങ്ങനെയാണ്, ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ്, ഇനി ശേഷിക്കുന്ന കാര്യങ്ങൾ എന്താണ് അവിടെ? കൊടുക്കാം. എനിക്ക് പെട്ടെന്ന് ബാറ്ററി ഉണ്ട്. ഇതിപ്പോ ഈ പാലത്തിന്റെ ഇനി ചില ഫോർമാലിറ്റികൾ മാത്രമാണ് ഉള്ളത്. എന്നോട് പറഞ്ഞത് സുരക്ഷാ പരിശോധന കഴിയട്ടെ എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും വാഹനം ഈ പാലത്തിലൂടെ കയറ്റുക. നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഞാൻ ആ പാലം വഴി സഞ്ചരിച്ചതാണ്. അത് ദൃശ്യങ്ങളിലും കാണാം. നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഇത് ഏതാനും നിമിഷങ്ങളുടെ താമസം മാത്രമേ ഉള്ളൂ. കാരണം മേജർ VT മാത്യു തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമുക്ക് ഇനിയിപ്പോൾ അധിക ഏതെങ്കിലും തരത്തിലുള്ള മറ്റു തരത്തിലുള്ള വൈകലുകൾക്ക് പ്രസക്തിയില്ല. ഒരു സുരക്ഷാ പരിശോധന തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഉണ്ട്, സേനയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഉണ്ട്. ഇനി ഒരു വാഹനം ഇതിനകത്തേക്ക് പ്രവേശിക്കുക എന്ന കാര്യം മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് മേജർ അവിടെ ഉണ്ട്, നമുക്ക് അദ്ദേഹത്തോട് തന്നെ അദ്ദേഹം സംസാരിക്കുമോ എന്നറിയില്ല. എന്തായാലും ഇനി വളരെ ചെറിയ താമസം മാത്രമേ നമ്മളെ സംബന്ധിച്ചുള്ളൂ. അല്പസമയത്തിൽ തന്നെ സൈന്യത്തിൻ്റെ ഒരു വാഹനം അവിടേക്ക് പ്രവേശിക്കും എന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. നമുക്ക് അല്പസമയം കൂടി ബെയിലി പാലം തുറക്കുന്നതിന് വേണ്ടി കാത്തിരിക്കണം. അതിനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മേജർ VT മാത്യു തന്നെ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രതീക്ഷിക്കാം. അല്പസമയത്തിനകം തന്നെ ബെയിലി പാലത്തിൽ ഏതാനും നിമിഷങ്ങൾക്കകം ബെയിലി പാലം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ആവുന്നു. ഇനി കേവലം സാങ്കേതികത്വം മാത്രമാണ്. പാലത്തിൻ്റെ പണി പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ സൈന്യത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പാലം തുറക്കും എന്നുള്ളതാണ്. അതിൻ്റെ അവസാനവട്ട സാങ്കേതിക പരിശോധനകൾ, സുരക്ഷാ പരിശോധനകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മേജർ VT മാത്യു തന്നെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസൻസിലായിരിക്കും ഈ പാലത്തിൻ്റെ ഓപ്പണിംഗ് എന്നാണ് മനസ്സിലാക്കുന്നത്. അക്ഷയ, അഭിലാഷ്, ഈ അടിയന്തര ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്ത മുഖങ്ങളിലൊക്കെ ഇന്ത്യൻ സൈന്യമാണ് ഇത്തരത്തിലുള്ള പാലം നിർമ്മിക്കാറുള്ളത്. ഇവിടെ ബെയിലി പാലം 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള തരത്തിലാണ് പാലം നിർമ്മിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പാലത്തിന്റെ സവിശേഷതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ്, ഈ പാലവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് ഭൂമിയുടെ മറ്റു ഭാഗങ്ങളുമായി ഒറ്റപ്പെട്ടു പോയ ഒരു പ്രദേശത്തെ കൂട്ടി വിളക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഈ ചെറിയ പുഴയ്ക്ക് ക്രോസ് ചെയ്ത് ഒരു പാലമുണ്ടായിരുന്നു. പക്ഷേ ആ ഉരുൾപൊട്ടൽ ഈ കണ്ണാടിപ്പുഴയ്ക്ക് മുകളിലുള്ള ആ പാലത്തെ എടുത്തതോടുകൂടി അട്ടമല, അതുപോലെ തന്നെ മുണ്ടക്കൈ, പുഞ്ചിരിമുട്ട് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ പുറം ലോകവുമായി ബന്ധം വിച്ഛേദിച്ചു. അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് പോലും എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ പോയത് തന്നെ വളരെ സാഹസികമായി താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു പാലത്തിലൂടെയാണ്. ഇതുവരെ മുണ്ടക്കൈയിലേക്ക് കഴിഞ്ഞ രാത്രിയിൽ ചില ഹിറ്റാച്ചുകൾ പുഴ കടന്നു പോയെങ്കിലും ഭാരവാഹനങ്ങളൊന്നും കടത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എക്സ്കവേറ്ററുകൾ കടത്തണം, മറ്റു ഹിറ്റാച്ചുകൾ ഇതൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട്. വലിയ ലോഡുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടത്തേക്ക്, അതായത് മറുകരയിലേക്ക് ഭക്ഷണം എത്തിച്ചത് ഒരു എക്സ്കവേറ്ററിൻ്റെ, ഒരു JCBയുടെ ഹാൻഡിലിൽ ഒരു കരയിൽ നിന്ന് അപ്പുറത്തെത്തിച്ച്, എന്ന് വെച്ചാൽ അത്രയും ശ്രമകരമായിട്ടായിരുന്നു. അപ്പോൾ കണക്ടിവിറ്റി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇതാ പാലം തുറക്കാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെല്ലാം അവിടേക്ക് എത്തുന്നു. പാലം ഔദ്യോഗികമായി കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാലം തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പാലം ഔദ്യോഗികമായി തുറക്കുന്ന ദൃശ്യങ്ങൾ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാലത്തിലൂടെയുള്ള ആദ്യത്തെ വാഹനം വരികയാണ്. പാലത്തിലൂടെയുള്ള ആദ്യത്തെ വാഹനം ഇപ്പോൾ മറുകരയിലേക്ക് എത്തുകയാണ്. ആ കാത്തിരുന്ന ആ നിമിഷം സംഭവിക്കുകയാണ്. പാലത്തിലൂടെയുള്ള ആദ്യത്തെ വാഹനം ദൃശ്യങ്ങളിൽ കാണാം, പ്രേക്ഷകർക്ക് കാണാം. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരു പ്രദേശത്തെ വിളക്കി ചേർക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇപ്പോൾ സൈനിക വാഹനം ബെയിലി പാലത്തിലൂടെ കടത്തിവിടുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സൈനിക വാഹനം ബെയിലി പാലത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. മേജർ VT മാത്യു അടക്കം ഇതിന് കാർമ്മികത്വം വഹിക്കാൻ ഉണ്ട്. അല്പസമയത്തിനകം വാഹനം അവിടെ നിന്ന് പുറപ്പെടും. ബെയിലി പാലത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇപ്പോൾ നടക്കുന്നു എന്ന് പറയാം. ആ വാഹനം ഇപ്പോൾ പതുക്കെ ഉരുണ്ട് ബെയിലി പാലത്തിന് മുകളിലൂടെയുള്ള ആദ്യത്തെ വാഹനമാണ് കാണുന്നത്. ഇതിനുശേഷം ഈ വാഹനത്തിന് ശേഷം നിരവധി വാഹനങ്ങൾ, മുണ്ടക്കൈയിലേക്കുള്ള വാഹനങ്ങൾ, അത് ഹിറ്റാച്ചികളാകാം, എക്സ്കവേറ്ററുകളാകാം, അത് ഭക്ഷ്യവസ്തുക്കളുമായി പോകുന്ന വണ്ടികളാകാം. ഏത് വാഹനവും അത്ര ഭാരവും വഹിക്കാൻ ഈ പാലത്തിന് കഴിയും. ഏത് വാഹനവും കടത്താം. മാത്രമല്ല, വിശദീകരിക്കപ്പെടുന്ന ഒരു കാര്യം, ഈ ദുരന്തത്തിന്റെ റെസ്ക്യൂ മിഷന് വേണ്ടി മാത്രമായിട്ടല്ല പാലം. ഇവിടെ
നഷ്ടപ്പെട്ടു പോയ പാലത്തിന് പകരമായി ഒരു പാലം ഉണ്ടാവുന്നത് വരെ, അതിന് ചിലപ്പോൾ വർഷങ്ങളെടുക്കാം, അതുവരെ ഈ കരകളെ ബന്ധിപ്പിച്ച് ഈ പാലം ഉണ്ടാകും. അതായത് ഈ പാലം 1-2 ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതാ മറുകരയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാത്തിരുന്ന ആ നിമിഷമാണ്. സൈന്യത്തിന്റെ വാഹനം ഇപ്പോൾ മറുകരയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബെയ്ലി പാലം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ബെയ്ലി പാലം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബെയ്ലി പാലം തുറന്നിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുന്നു. ഈ പാലം ഈ 2 കരകളെ ബന്ധിപ്പിച്ച് ഈ 2 കരകളെയും ജൈവബന്ധമുള്ള നാടുകളാക്കി പോയ ഒരു നാടിനെ വിളക്കി ചേർക്കുകയാണ്. സൈന്യത്തിന് ഇത് ആദ്യമായിട്ടല്ല. നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടിട്ടുണ്ട്. സൈന്യത്തിന്റെ വലിയ രക്ഷാപ്രവർത്തനം ഉത്തരാഖണ്ഡിൽ കണ്ടിട്ടുണ്ട്, സിക്കിമിൽ കണ്ടിട്ടുണ്ട്. ഇതായിപ്പോൾ കേരളത്തിൽ സൈനികർ വലിയ ആശ്വാസ നിശ്വാസം മുഴക്കുകയാണ്.